إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമായ ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകളിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുകല്ലിബുല്ലാഹു അൽ-ലൈല വൻ-നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, അതിലൊരു ചിന്താ വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. രാവും പകലും മാറി മറിയുമ്പോൾ, ഉഷ്ണകാലവും ശൈത്യകാലവും നമ്മിലേക്ക് മാറി മാറി കടന്നു വരുമ്പോൾ മുസ്ലിമായ മുഅ്മിനായ ഒരു വ്യക്തിയിൽ അവന്റെ ചിന്തകളിലൂടെ കടന്നു പോകേണ്ട പല കാര്യങ്ങളുമുണ്ട്. നാം ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചൂട് ഓരോ വർഷം കഴിയും തോറും അത് അസഹ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പകലിൽ ജോലിയെടുക്കുവാനോ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാനോ കഴിയാത്ത വിധം ആ ചൂട് നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, അവന്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ ചിന്തകൾ പല മേഖലകളിലേക്കും കടന്നു പോവുകയും ചെയ്യേണ്ടതുണ്ട്. സൂര്യന്റെ ചൂട് വർദ്ധിക്കാൻ ഭൗതികപരമായ പല കാരണങ്ങളും പറയാറുണ്ട്. എന്നാൽ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. അവിടുന്ന് പറയുകയാണ്, വസ്തകത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം അതിന്റെ റബ്ബിനോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. യാ റബ്ബി അകല ബഅദി ബഅദ, റബ്ബേ എന്റെ ചില ഭാഗങ്ങളെ അത് കാർന്നു തിന്നിരിക്കുന്നു. ഫഅദിന ലഹാ ബിനഫസൈനി, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് രണ്ട് ശ്വാസങ്ങൾ പുറത്തുവിടാനുള്ള അനുമതി നൽകുകയാണ്. നഫസിൻ ഫിശ്ശിതാഇ വ നഫസിൻ ഫിസ്സൈഫ്, ഒന്ന് അത് ശൈത്യകാലത്താണെങ്കിൽ മറ്റൊന്ന് ഉഷ്ണകാലത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർരി വ അശദ്ദു മാ തജിദൂന മിനൽ സംഹരിർ, നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂടും ഏറ്റവും കഠിനമായ തണുപ്പും അത് നരകം ആ പുറത്തുവിടുന്ന ശ്വാസത്തിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. നരകത്തിലെ ചൂടെന്ന് പറയുന്നത് അത് അതികഠിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധം നടക്കുകയുണ്ടായി. അതൊരു ചൂടുള്ള കാലഘട്ടത്തിലായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ മുനാഫിക്കുകളായ ആളുകൾ അവർ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി. അവർ പറഞ്ഞ കാരണം ചൂടിന്റെ പേരിൽ അവർ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചൂടുള്ള കാലഘട്ടത്തിലാണ്, കായ്ക്കനികളും പഴങ്ങളും ഒക്കെ പറിച്ചെടുക്കുന്ന കാലമാണ്. അങ്ങനെ കായ്ക്കനികളും പഴങ്ങളും ഒക്കെ പറിച്ചെടുക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ശരീരത്തെ ആ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധത്തിൽ നിന്ന് ന്യായം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നു, റസൂലേ താങ്കൾ അവരോട് പറഞ്ഞുകൊള്ളുക, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂടാണ് അതികഠിനമായിട്ടുള്ളതെന്നും അവരോട് താങ്കൾ പറഞ്ഞുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. ഈ ഒരു സന്ദേശവും ഈ ഒരു പാഠവുമാണ് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ടത്. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മയും ആ നരകത്തെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നരകത്തിലെ പ്രധാനപ്പെട്ട ശിക്ഷ അത് തീ കൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയിന്റെ 70 ഒരു ഭാഗം മാത്രമാണ് ദുനിയാവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തീ. അഥവാ ദുനിയാവിൽ ഏറ്റവും ശക്തമായ തീയിന്റെ ചൂട് എത്രയാണോ അതിന്റെ 69 ഇരട്ടിയാണ് നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരുക്കി വെച്ചിട്ടുള്ളതും ഈ ദുനിയാവിലെ നിസ്സാരമായ മെഴുകുതിരിയുടെ ചൂട് പോലും അതുപോലും താങ്ങാൻ കെൽപ്പില്ലാത്തവരാണ്, അതുപോലും താങ്ങാൻ ശേഷിയില്ലാത്തവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ആ നരകത്തിന്റെ തീയിന്റെ ഭയാനകത എത്രമാത്രമായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. ആ നരകത്തിന്റെ തീ അതൊരിക്കലും അണയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. നരകത്തിലെ തീ ഇങ്ങനെ അണയാൻ പോകുന്ന സന്ദർഭത്തിൽ നാം അതിനെ ആളി കത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നരകത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി അവൻ പുറത്തു വിടുന്ന ശ്വാസത്തിന് പോലും അതികഠിനമായ ചൂടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് പറയുകയാണ്, ലൗ കാന ഹാദൽ മസ്ജിദു 100,000 ഔ യസീദൂൻ. ഈ പള്ളിയിൽ 1,00,000 അതിലധികമോ ആളുകളുണ്ടെന്ന് വിചാരിക്കുക. വഫീഹിം റജുലുൻ മിൻ അഹ്ലിൻ നാർ. അതിലൊരു വ്യക്തി അവൻ നരകാവകാശിയാണ്, അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ വിചാരിക്കുക. ഫതനഫസ ഫഅസാബഹു നഫസുഹു ലഹ്തറകൽ മസ്ജിദു വമൻ ഫീഹി. ആ നരകത്തിൽ അകപ്പെട്ട വ്യക്തി അവൻ പുറത്തു വിടുന്ന ശ്വാസം കാരണമായി ആ പള്ളിയിലുള്ള 1,00,000 ആ പള്ളിയും അതെല്ലാം കത്തിച്ചാമ്പലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നരകക്കാരൻ പുറത്തു വിടുന്ന ശ്വാസത്തിന് പോലും അത്ര ചൂടുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ചൂട് എത്രയായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയാണ്, ഇന്ന അഹ്വന അദാബിൻ നാരി അദാബൻ മല്ലഹു നഅലാനി വശിറാകാനി മിൻ നാർ. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവനാരാണ്? അവർക്ക് 2 ചെരുപ്പുകൾ നൽകുകയാണ്. നരകത്തിൽ നിന്നുള്ള 2 ചെരുപ്പുകൾ അവർ ധരിക്കുകയാണ്. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജൽ. ഒരു ചട്ടി തിളക്കുന്നത് പോലെ ആ ചെരുപ്പ് ധരിക്കുമ്പോൾ അവന്റെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതായി കാണാം, മാ യറാ അഹദൻ അശദ്ദ മിൻഹു അദാബ. ആ വ്യക്തി വിചാരിക്കുന്നത് എന്നെക്കാൾ കഠിനമായ മറ്റ് ശിക്ഷ അനുഭവിക്കുന്ന ഒരാളും തന്നെ ഈ നരകത്തിലില്ല എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. റസൂലുള്ളാഹി പറയുകയാണ്, വ ഇന്നഹു ലഅഹ്വനുഹും അദാബ. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ് ആ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ നരകത്തിലെ കഠിനമായ ശിക്ഷകൾ അതിന്റെ ആഘാതം എത്രയായിരിക്കും നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നരകത്തിന്റെ അതിന്റെ ആഴവും പരപ്പും വിശാലവും അത് നമ്മുടെ ഊഹത്തിൽ നമ്മുടെ ഭാവനയിൽ നമുക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഒരു വീഴ്ചയുടെ ഒരു ഘോര ശബ്ദം അവർ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നു, തദറൂന മാ ഹാദാ. ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. റസൂലുള്ളാഹി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ ഫഹുവ യഹ്വി ഫിന്നാരി അൽആൻ. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിന്റെ മുകളിൽ നിന്നും താഴയിലേക്ക് എറിയപ്പെട്ട ഒരു കല്ല് അത് അതിന്റെ അടിത്തട്ടിൽ അതിന്റെ ആഴത്തിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 70 വർഷക്കാലം ഒരു കല്ല് സഞ്ചരിക്കുമ്പോൾ അതിന്റെ ആഴവും അതിന്റെ പരപ്പും വിശാലവും എത്രമായിരിക്കുമെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശംസു വൽ ഖമറു മുകവ്വറാനി യൗമൽ ഖിയാമ. സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ അവ രണ്ടിനെയും ചുരുട്ടിക്കൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതാണ്. സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൃഷ്ടികളാണ്, അതല്ലെങ്കിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വലിയ സൃഷ്ടികളാണ് സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത്. അതിനെയൊക്കെ ചുരുട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അതിനെ എറിയുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ആ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന ആളുകളുണ്ട്, അവരെ നിന്ദിക്കുന്നതിന് വേണ്ടി. അവയൊന്നും ആരാധിക്കപ്പെടാൻ അർഹരായിരുന്നില്ല, മറിച്ച് ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അത്രയും ഭീമാകാരമായ സൃഷ്ടികളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നരകത്തിൽ ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുന്നതാണ്. എങ്ങനെയാണ് കൊണ്ടുവരപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുക്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടും. അന്നതാ 70,000 കടിഞ്ഞാണുകളിൽ വലിച്ചുകൊണ്ടാണ് നരകം കൊണ്ടുവരപ്പെടുന്നത്. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ വഖൂദുഹന്നാസു വൽ ഹിജാറ. അത് കല്ലും മനുഷ്യരുമാണ്. കല്ലുകളും മനുഷ്യരെയും കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ കത്തിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അലൈഹാ മലായികത്തുൻ. ആ നരകത്തിൽ ചില മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദുൻ. അവർ പരുഷ സ്വഭാവമുള്ളവരാണ്, അവർ കഠിന ശക്തരാണ്. യാതൊരു ദയയോ ദാക്ഷിണ്യമോ തൊട്ടുതീണ്ടാത്ത അങ്ങേയറ്റം പരുഷ സ്വഭാവമുള്ള മലക്കുകളെ അല്ലാഹു നരകത്തിന്റെ കാവൽക്കാരായി നിർത്തിയിട്ടുണ്ട്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും
വയഫ്അലൂന മാ യുഅ്മറൂൻ അല്ലാഹുവിന്റെ കൽപ്പനകളോട് അവർ യാതൊന്നും എതിര് പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് മലക്കുകളെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവർ അവരുടെ യാതനകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് ആ മലക്കുകൾക്ക് അവരോട് യാതൊരു ദയയോ കാരുണ്യമോ അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. അത്തരത്തിലുള്ള മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കാവൽക്കാരായി നിശ്ചയിച്ചിട്ടുള്ളത്. നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കാഫിറായ മുശ്രിക്കായ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിന്റെ രൂപത്തിൽ തന്നെ അവന് മാറ്റം വരുത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാരി മസീറതു ثلاثة أيام للراكب المسرع. റസൂലുള്ള പറയുകയാണ്, ധൃതിപ്പെട്ടുകൊണ്ട് 3 ദിവസം ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ അത്രയും വിശാലമാണ് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു കാഫിറിന്റെ, ഒരു മുശ്രിക്കിന്റെ അവന്റെ ഇരു ചുമലുകൾക്കും ഇടയിൽ നിന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വിർസുൽ കാഫിരി മിസ്ലു ഉഹുദിൻ. നരകത്തിൽ പ്രവേശിക്കപ്പെട്ട കാഫിറിന്റെ ഒരു പല്ലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഉഹുദ് മലയോളമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ വസ്തുവാണ്, ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് നമ്മുടെ പല്ലെന്ന് പറയുന്നത്. ആ പല്ലിന് പോലും ഉഹുദ് മലയുടെ വലിപ്പം ഉണ്ടാക്കുമെങ്കിൽ അവന്റെ കൈകാലുകളുടെ വലിപ്പം എത്രയായിരിക്കുമെന്നും നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. റസൂലുള്ളാഹി പറയുന്നു, വഗിൽദു ജിൽദിഹി മസീറതു ശഹ്രിൻ. അവന്റെ തൊലിയുടെ ആയവും ആ തൊലിയുടെ കട്ടിയും 3 ദിവസം സഞ്ചരിക്കാൻ മാത്രം ദൂരമുണ്ടായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രയും ഭീമാകാരമായ അവസ്ഥയിലായിരിക്കും നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കാഫിറുകളുടെ അവസ്ഥ. അതുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ച് 2-3 ദിവസം അതല്ലെങ്കിൽ കുറച്ചു കാലം അങ്ങ് കഴിച്ചു കൂട്ടി പിന്നീട് ആ ശിക്ഷകളൊക്കെ അതങ്ങ് നമുക്ക് ശീലമായിക്കൊള്ളും എന്ന ധാരണകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിൽ നീ നരകത്തിലേക്ക് ആദ്യം പ്രവേശിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണോ ആ ശിക്ഷകൾ അനുഭവിച്ചത് അതുപോലെ തന്നെയാണ് ഓരോ തവണയും അല്ലാഹു ആ ശിക്ഷകൾ അനുഭവിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറൂ ബിആയാതിന. നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ അധ്യാപനങ്ങൾ അതിനെ നിഷേധിക്കുന്നവർ, അതിനെ തള്ളിക്കളയുന്ന ആളുകൾ, സൗഫ നുസ്ലീഹിം നാറ. അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ തൊലികൾ അത് കരിഞ്ഞു പോകുമ്പോൾ, അത് ഉരുകിത്തീരുമ്പോൾ അതിന് പകരമായി അള്ളാഹു പുതിയ തൊലികൾ അവർക്ക് പകരം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ലിയദൂഖുൽ അദാബ്. അവർ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പാപഭാരങ്ങളുടെ ശിക്ഷകൾ അവർ അനുഭവിക്കുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വിചാരണ കഴിയപ്പെട്ട് ആ നരകത്തിലേക്ക് കുറ്റവാളികളെ കൊണ്ടുവരുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസ്ഉർ. തീർച്ചയായും കുറ്റവാളികളായ ആളുകൾ അവർ ഈ ദുനിയാവിൽ അങ്ങേയറ്റം വഴികേടിലായിരുന്നു. നാളെ പരലോകത്ത് അവർ നരകത്തിലാണ്. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം. മുഖം നിലത്ത് കുത്തിയ നിലയിൽ അവരെ നരകത്തിലൂടെ വലിച്ചടിക്കപ്പെടും. എന്നിട്ട് നരകത്തിന്റെ മലക്കുകൾ അവരോട് പറയും, നരകത്തിന്റെ സ്പർശനം, അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നും ആ ശിക്ഷയുടെ മലക്കുകൾ അവരോട് പറയുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം. അവരുടെ കഴുത്തുകളിൽ വളയങ്ങളും കുരുക്കുകളും ഉണ്ടാകും. വസ്സലാസിലു യുസ്ഹബൂൻ. അവരുടെ കാലുകളിൽ ചങ്ങലകൾ ഉണ്ടാകും. എന്നിട്ട് പറയുന്നു, ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. അങ്ങനെ ശിക്ഷയുടെ മലക്കുകൾ, സബാനിയത്തിന്റെ മലക്കുകൾ അവരെ ചുട്ടരിക്കുന്ന വെള്ളത്തിലൂടെ വലിച്ചടിക്കുകയും എന്നിട്ട് നരകത്തിലിട്ട് അവരെ കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഏതാണ് ആ നരകം? അല്ലാഹു പറഞ്ഞു, സഉസ്ലീഹി സഖർ. അവരെ നരകത്തിലിട്ട് നാം കരിക്കുന്നതാണ്. വമാ അദ്റാക മാ സഖർ. സഖർ എന്ന് പറയുന്ന നരകം എന്താണെന്ന് നിനക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ. അതൊന്നും തന്നെ ബാക്കിയാക്കുന്നില്ല, ഒന്നും തന്നെ വിട്ടുകളയുന്നില്ല. നിന്റെ എല്ലിനെയും മാംസത്തെയും നിന്റെ തൊലിയെയും നിന്റെ രോമത്തെയും എല്ലാം അത് കടിച്ച് രൂപമാറ്റിക്കളയുന്നതാണ്. അലൈഹാ 19. ആ നരകത്തിന്റെ കാവൽക്കാരായി അല്ലാഹു 19 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, കല്ലാ ഇന്നഹാ ലദാ. സംശയം വേണ്ട, അത് കത്തിജ്വലിക്കുന്ന ആളിക്കത്തുന്ന നരകമാകുന്നു. നസ്സാഅതൻ ലിശ്ശവാ. നിങ്ങളുടെ തൊലിയെ എല്ലാം കരിച്ചു കളയുന്ന നരകാഗ്നിയാകുന്നു അതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിലേക്ക് കുറ്റവാളികളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ അവരെ ആനയിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. കാഫിറുകളായ ആളുകൾ അവർ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുന്നതാണ്. ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ. അങ്ങനെ അവർ അതിന്റെ അടുത്തെത്തുമ്പോൾ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഖീല ദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹ. നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ അതിൽ ശാശ്വതരായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്.
അങ്ങനെ ദാഹിച്ചു വലന്നവരായി നരകത്തിന്റെ അടുക്കലേക്ക് ആളുകൾ കൊണ്ടുവരപ്പെടും. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. കുറ്റവാളികളായ ആളുകൾ അവരെ ദാഹിച്ചു വലന്നവരായ നിലയിൽ നാം അവരെ കൊണ്ടുവരുന്നതാണ്. അങ്ങേയറ്റം ദാഹിച്ചു വലന്ന് നിന്നരായിക്കൊണ്ട് നരകത്തിന്റെ അരികിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഒരാളും തന്നെ അന്നുണ്ടാവുകയില്ല. അല്ലാഹു പറയുന്നു, വനഹ്ശുറുഹും യൗമൽ ഖിയാമ അലാ വുജൂഹിഹിം. അവർ മുഖം കുത്തിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവർ അന്ധരും ബധിരരും ഊമരുമായി കൊണ്ടാണ് അന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഈ ഖിയാമത്ത് നാളിൽ സത്യത്തിൽ നിന്ന് അവർ അന്ധത നടിച്ചതിനാൽ, ഈ ദുനിയാവിൽ വെച്ച് അവർ സത്യത്തിൽ നിന്ന് അന്ധത നടിച്ചതിനാൽ അവർ ഖിയാമത്ത് നാളിൽ അള്ളാഹു ബധിരരായി, കാഴ്ചയില്ലാത്തവരായി അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അങ്ങനെ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നരകമത അവർക്ക് മേൽ അടക്കപ്പെടുകയാണ്. പിന്നീട് നരകത്തിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിയുകയില്ല. യുരീദൂന അൻ യഖ്റുജൂ മിനൻ നാർ. അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹ. അവർക്കൊരിക്കലും അതിന് സാധ്യമാവുകയില്ല. വലഹും അദാബും മുഖീം. അവർക്കുള്ള ശിക്ഷ അതെന്നും നിലനിൽക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നരകക്കാരോട് അല്ലാഹു പറയും, ഖുലൂദുൻ ഫലാ മൗത്ത്. നിങ്ങൾക്ക് അവിടെ ശാശ്വതത്വമാണ്. നരകത്തിൽ പ്രവേശിക്കപ്പെട്ട കാഫിറുകളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ അവരവിടെ ശാശ്വതരാണ്. അവരുടെ ശിക്ഷ ഒരിക്കലും അവസാനിക്കുന്നില്ല, തീരുന്നില്ല. അങ്ങനെ അടക്കപ്പെട്ട നരകത്തിൽ നിന്നതാ തീപ്പൊരികൾ ഇങ്ങനെ പുറത്തേക്ക് പാറുകയാണ്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. വലിയ വലിയ കെട്ടിടം കണക്കെയുള്ള തീപ്പൊരികൾ ആ നരകം ഇങ്ങനെ പുറത്തേക്ക് പാറിച്ചുകൊണ്ടിരിക്കും. കഅന്നഹു ജിമാലത്തുൻ സഫർ. ആ തീപ്പൊരികൾ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ അതുപോലെ ഉണ്ടായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നരകക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം അത് അവരുടെ വിശപ്പകറ്റുന്നതല്ല, അവരുടെ ശരീരത്തിന് യാതൊരു പോഷണവും നൽകുകയില്ല, അവരുടെ ആരോഗ്യത്തിനും യാതൊരു ഉയർച്ചയും അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ. വരീഇൽ നിന്നല്ലാതെ അവർക്ക് യാതൊരു ഭക്ഷണവുമില്ല. വരീഅ എന്ന് പറയുന്നത് മരുഭൂമിയിൽ മുളക്കുന്ന ഒരു മുൾച്ചെടിയാണ്. ആ മുൾച്ചെടി ഭക്ഷിച്ചതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ലഭിക്കാനില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. അതവർക്ക് പോഷണം നൽകുകയോ അവരുടെ വിശപ്പിന് ശമനം നൽകുകയോ ഇല്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ശജറത്തൽ സഖൂമി തആമുൽ അസീം. സഖൂം എന്ന് പറയുന്ന മരമുണ്ട്, അവിടെ നിന്നാണ് പാപികളായ ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള ഭക്ഷണം ലഭിക്കുന്നത്. സഖൂം എന്ന് പറയുന്ന മരം നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു വികൃതമായ ഒരു മരമാകുന്നു. സഖൂം എന്ന് പറയുന്ന മരം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂനി കഗലിൽ ഹമീം. ഒരു ഉരുകിയ ലോഹം, അത് ആ ലോഹം പോലെയായിരിക്കും സഖൂം മരത്തിലെ കനികളും പഴങ്ങളും. അതവന്റെ വയറ്റിലെത്തിയാൽ ചൂടുവെള്ളം തിളക്കുന്നത് പോലെ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, സഖൂമിൽ നിന്നെങ്ങാനും ഒരു തുള്ളി ഈ ദുനിയാവിലേക്ക് ഉറ്റിയിരുന്നുവെങ്കിൽ ദുനിയാവിലുള്ള ആളുകളുടെ ജീവിതം തന്നെ മുഴുവൻ അപകടാവസ്ഥയിലാകുമായിരുന്നു. പിന്നെ ആ സഖൂം ഭക്ഷിക്കുന്നവന്റെ അവസ്ഥ അത് പറയാനുണ്ടോ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ അവർക്ക് നൽകുന്ന മറ്റൊരു ഭക്ഷണമാണ് ഗിസ്ലീൻ എന്ന് പറയുന്നത്. വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. നരകക്കാരുടെ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വേശ്യകളായ ആളുകൾ അവരുടെ ഗുഹ്യാവയവത്തിൽ നിന്ന് വരുന്ന ഒലിച്ചു വരുന്ന ചലവും രക്തവും അതെല്ലാം കൂട്ടിക്കലർന്ന ഒരു നീരിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ വെള്ളങ്ങൾ, പാനീയങ്ങൾ അവർക്ക് നൽകപ്പെടും. പക്ഷേ അതൊന്നും അവരുടെ ദാഹം അകറ്റുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഹാദാ ഫൽയദൂഖൂഹു ഹമീമുൻ വഗസ്സാഖ്. ഇതാ നിങ്ങൾ കുടിച്ചുകൊള്ളുക ഹമീമും ഗസ്സാഖും. ഹമീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഠിനമായ ചൂടുള്ള വെള്ളമാണ്. ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ നരകക്കാരുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചലവും രക്തവും ചേർന്ന അതികഠിനമായ തണുപ്പുള്ള വെള്ളമാണ്. ഈ രണ്ട് വെള്ളവും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്. വസുഖൂ മാഅൻ ഹമീമ. അവർക്ക് ഹമീം എന്ന് പറയുന്ന ചുട്ടുപഴുത്ത വെള്ളം കുടിക്കാൻ നൽകുന്ന സന്ദർഭത്തിൽ അങ്ങനെ അവർ അത് കുടിക്കപ്പെടുമ്പോൾ അതവരുടെ ആമാശയങ്ങളെ, അവരുടെ കുടലുകളെ അത് ഛിന്ന ഭിന്നമാക്കി കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരു വെള്ളമാണ് മുഹ്ൽ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇയസ്തഗീസു ബിമാഇൻ. അവർ നരകത്തിൽ കിടന്നുകൊണ്ട് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതാ ഉരുക്കിയ ലോഹം പോലെയുള്ള ഒരു വെള്ളം അവർക്ക് നൽകും. അതിന്റെ പേരാണ് മുഹ്ൽ എന്ന് പറയുന്നത്. ആ വെള്ളം അവർ കുടിക്കപ്പെടുന്നതോടുകൂടി കൽ മുഹ്ലി യശ്വിൽ വുജൂഹ്. അത് അവരുടെ മുഖങ്ങളെ മുഴുവൻ കരിച്ചു കളയും, എരിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വയുസ്ഖാ മിൻ മാഇൻ സ്വദീദ്. അടുത്ത വെള്ളമാണ് സ്വദീദ് എന്ന് പറയുന്നത്. അതാണ് നരകത്തിലെ ആളുകൾ അവരുടെ ജലവും രക്തവും കലർന്ന വെള്ളമാണ്. അതവർ
കുടിക്കുന്ന സന്ദർഭത്തിൽ അവനത് ഇറക്കാൻ നോക്കും, അതവർക്ക് താഴേക്ക് ഇറക്കാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ നരകത്തിന്റെ ഭയാനകതയും ആ നരകത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ച ശിക്ഷകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യുക, അത്തരത്തിലുള്ള അതിനുള്ള സാഹചര്യവും സന്ദർഭവുമാണ് ഈ ചൂടുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നരകമെന്നത് അത് യാഥാർത്ഥ്യമാണ്, അത് നടക്കാനിരിക്കുന്ന സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. നരകവും സ്വർഗ്ഗവും അത് സത്യമാണ്, അത് നടക്കാനുള്ളതാണ്. കെട്ടുകഥകളോ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല നാം ഇത്രയും കേട്ടത്. അതെല്ലാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിശദമായി നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതായി കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ മുൻപിൽ ഇരിക്കുന്ന ആളുകളെ, അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും, അത് നടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ദുനിയാവ് നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല, അതുപോലെ അതിവഞ്ചകനായ പിശാചും അവന്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്യുകയാണ്. ആ നരകത്തെക്കുറിച്ച് അങ്ങേയറ്റം ഭയപ്പാടുള്ളവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അവരുടെ വിശേഷണമായി അല്ലാഹു പഠിപ്പിച്ച കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മാലി ലം അറ മീകാഈല ളാഹികൻ ഖത്തു. മീകാഈൽ അലൈഹിസ്സലാം, മീകാഈൽ എന്ന മലക്ക്, അദ്ദേഹം ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന് മറുപടി കൊടുക്കുന്നു, മാ വഹിക മീകാഈലു മുൻദു ഖുലിഖത്തിൻ നാർ. നരകം സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ മീകാഈൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്. ആ നരകത്തിന്റെ ഭയാനകതയോർത്ത് അവർ ആ മീകാഈൽ അലൈഹിസ്സലാം അദ്ദേഹം ചിരിച്ചിട്ടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിന്റെ വിറകാവുക, അതിന്റെ ഇന്ധനമായി തീരുക എന്നത് അതിനേക്കാൾ വലിയൊരു നിന്ദത നമുക്ക് ലഭിക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ദാലികൽ ഖിസ്യുൽ അദീം, അതാണ് ഏറ്റവും വലിയ അപമാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് ധാരാളമായി കാവൽ ചോദിക്കുക. ആ നരകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ വിശേഷണമായി കൊണ്ട് പറയുന്നു, വല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളുടെ റബ്ബേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണമേ, അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം സ്വർഗ്ഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്തിൻ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 3 തവണ സ്വർഗ്ഗം ചോദിച്ചാൽ, ഫഖാലത്തിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അവനെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മർറാത്തിൻ, ആരെങ്കിലും അല്ലാഹുവിനോട് നരകത്തിൽ നിന്ന് 3 തവണ കാവൽ ചോദിച്ചാൽ, ഫഖാലത്തിൻ നാർ, നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജിർഹു മിനൻ നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവനെ നീ രക്ഷിക്കണമേ എന്ന് നരകം അല്ലാഹുവിനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഒഴിവാക്കുകയും സ്വർഗ്ഗത്തിലേക്കുള്ള സ്വർഗ്ഗത്തിന്റെ വഴിയായ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.